Hey hello assalamualaikum welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ നോമ്പുതുറക്കുള്ള സ്പെഷ്യൽ നമ്മൾ തക്കാളി ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല എളുപ്പത്തിലും പിന്നെ നല്ല ക്ഷീണിച്ചിട്ടൊക്കെ ഇരിക്കില്ല, അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. വീഡിയോയിലേക്ക് കടക്കാനായിട്ട് മുന്നേ ഇതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് തക്കാളി ഞാൻ 7 തക്കാളി എടുത്തിട്ടുണ്ട്, അത് പ്യൂരി ആക്കി എടുത്തിട്ടുണ്ട്, 4 സവാള, പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഓയിൽ സ്പൈസസ് എടുത്തിട്ടുണ്ട്, മല്ലിച്ചപ്പ് പുതിന കുറച്ച് കൂടുതൽ എടുത്തോട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കുക്കറിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ പട്ട ഗ്രാമ്പു ഓയിൽ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സവാള ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ തക്കാളി ഉണ്ടല്ലോ, പ്യൂരിയാക്കിയ തക്കാളി, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. നല്ല പച്ചമണൊക്കെ മാറുന്ന വരെ നന്നായിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് കുറുക്കി വരണം. അതിനുശേഷം നമുക്ക് മസാലകൾസ് ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ ഗരം മസാല 1 ടേബിൾ സ്പൂൺ. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ട മല്ലിച്ചപ്പ് പുതിന ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കുക. ബസ്മതി അരിയാണ്, അത് ഞാൻ 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ട് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്, 2 കപ്പ് വെള്ളം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് തള വരുമ്പോൾ നമുക്ക് കുക്കറിന്റെ മൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു വിസിൽ വരുന്ന വരെ വേവിച്ചെടുത്തിട്ട് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ അരിയൊക്കെ. ചോറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ സെർവ് ചെയ്യാം കേട്ടോ. സെർവ് ചെയ്ത് കാണിച്ചു തരികയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നോമ്പ് തുറ കഴിഞ്ഞതിന് ശേഷം കഴിച്ചപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. ഞാൻ അതിലേക്ക് സൈഡ് ഡിഷായിട്ട് ഒരു ബുൾസയും പിന്നെ ഉള്ളി സലാഡാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്ര ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.